മനുഷ്യരാണോ ഏതാ ഇത്? മനുഷ്യരാന്ന് തോന്നണം. കിടപ്പ് കണ്ടിട്ട് കിടപ്പ് കണ്ടിട്ട് മനുഷ്യരാന്ന് തോന്നണം. ആ അവിടെയുണ്ട്, അവിടെ ഒരെണ്ണം പശും കൂടി കിടപ്പുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതൊക്കെ എവിടെയുണ്ട്? അതൊക്കെ എവിടെയുണ്ടെന്ന് ചിറ്റപ്പന്മാരൊക്കെ ഞാൻ അറിയല്ല ചിറ്റപ്പനെ. ഞാൻ ആ ചിറ്റപ്പനെ അറിയത്തില്ല. അതേ അറിയാലോ, അതേ അതത്ത അന്ന് താമസിക്കണത് വേറെ സ്ഥലത്താണ്. ശരിയാ. ഓ ആ സ്ഥലം ഞാൻ അറിയല്ല. ചേച്ചി ആയമ്പടിയിലല്ലേ താമസിക്കുന്നത്? ചേച്ചിക്ക് അറിയത്തില്ല. ഞാൻ അറിയത്തില്ല. അത് അമ്മ പറഞ്ഞ കറക്റ്റ്. ആരാ അറിയല്ലേ? പിന്നെ ഞാനെവിടെയാ? ഞാറോളം ഉദരക്കട്ടല്ലേ അല്ലേ? ഞാറുകോളം ഉദരക്കട്ടാല്. ആ എലിക്കുട്ടിയമ്മ, ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ അമ്മ, അമ്മ എലിക്കുട്ടിയമ്മ. ഞാൻ പറഞ്ഞേ അല്ലേ? അല്ലേ? എത്ര വീട്ടുകാരുണ്ട്? ആ അതിലൊരു വീട്ടുകാരാണോ? എത്ര പേര് അങ്ങനെ വട്ടിട്ട് താമസിച്ചുണ്ട്? അരയത്ത് പുത്തമ്പര. ഇത് അരയത്ത് പുത്തമ്പരയില്ല, ഇത് അരയത്ത് പുത്തമ്പരയിലല്ല. അല്ലല്ല, എവിടെയാ? ഞാറുകുളം ഉദരക്കട്ടയല്ലേ? ഇത് ഞാറുകുളം ഉദരക്കട്ടയാ. ഞാറുകുളം എന്ന പേരുണ്ട്, അരയത്ത് പുത്തമ്പര എന്ന്. ഇപ്പൊ താമസിക്കണ എവിടെയാ? ഇപ്പൊ താമസിക്കുന്ന ഇവിടെ ഞാറുകുളം ഉദരക്കട്ടെ. ആണോ? ആ കഴിയുമ്പോൾ നമ്മളെല്ലാം വിട്ടുപോകും. ആ അത് തന്നെ, വിട്ടു വിട്ടു പോവാ, മറന്നു പോവല്ലേ? ഇതിന് അടുക്കള കൂടുന്നുണ്ടോ അവരുടെ കൂടെ? ഇവരോടെ കൂടുന്നുണ്ടോ? ചെറുപ്പം പോലെ അറിയുന്നതാണോ? ആണോ? ഇതാരാ ഇത്? ഇതാരാ ഇത്? ഇതാരാ? വീട്ടുകാരാണോ? ആഹാ. ആ വീട്ടുകാർ മാത്രമാണോ? ഇതോ? അവളോ? ഇതാരാന്ന് ഞാൻ പോവാ. ഇവിടുത്തെ അല്ലെന്നോ? അറിയത്തില്ലെന്ന്. ആരാ ഇത്? ഞാറുകുളം ഉദരക്കട്ട. എന്തോ ഈ ഭാഗത്തുള്ളതൊക്കെ ആ എല്ലാ വീടും. അതെ അതെ. പോവാണോന്ന്? പോവാണോ? ഞങ്ങൾക്ക് വീട്ടിൽ, എനിക്ക് വീട്ടിലോട്ട് പോകണം. ഈ തണുപ്പത്താ? ഈ തണുപ്പാ, തണുപ്പ് തണുപ്പ്. നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ. വല്ലവരും ഉണ്ടോ? ഇത്രയും പേര് ഞങ്ങൾ നിൽക്കുന്നു. ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കൊണ്ടുപോകാൻ പറ്റുന്ന ഉണ്ടോ? എന്നാ എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഇവിടെ താമസിക്കുന്നുണ്ടോ? പിന്നെ എലിക്കുട്ടിയമ്മയുടെ വീട്ടിലുള്ളവരാ മൊത്തം. ഇവിടെ ഉള്ളവർ മൊത്തം എലിക്കുട്ടിയമ്മയുടെ വീട്ടിലുള്ളവരാ എല്ലാരും. ആര് പറഞ്ഞു? എലിക്കുട്ടിയമ്മ എവിടെയാന്ന് സ്ഥിരം? എലിക്കുട്ടിയമ്മ എവിടെയാ സ്ഥിരം കേട്ടോ? എലിക്കുട്ടിയമ്മ എവിടെയാ സ്ഥിരം? ആ ഇവിടെയാ സ്ഥിരം. ഏത് വീട്ടിലുള്ളവരാ? ഏത് വീട്ടിലുള്ളവരാ? ഏത് വീട്ടിലുള്ളവരാ കൊണ്ടുവരാൻ പറഞ്ഞേ? അരയത്ത് പുത്തമ്പരയൊന്നും ആരും വരാനില്ലെന്നേ. അരയത്ത് പുത്തമ്പരയൊന്നും ആരും വരാനില്ലെന്നേ.
ആളില്ലേ? അവിടെയൊന്നും ആളില്ല. അവരൊക്കെ അവിടെ പോയി. ആ വീടൊക്കെ പൊളിച്ചു പോയി. അവിടെ പോയി വീടൊക്കെ പൊളിച്ചു പോയെന്ന്. പണിക്കാം. പൊളിച്ചു പോയി. പണിക്ക് പോയിരിക്കുക. പൊളിച്ചോ? അതിനാ അത് പൊളിച്ചു കളഞ്ഞു. അത് പൊളിച്ചു കളഞ്ഞെന്നേ. അല്ലേ? വീട് പൊളിച്ചു കളഞ്ഞെന്ന്. വീടൊക്കെ പൊളിച്ചു കളഞ്ഞു. എവിടെ താമസിക്കും? അവര് വേറെ സ്ഥലം വഴിയാ. ജോലിയൊക്കെ ആയിട്ട് ഓരോ സ്ഥലം വഴിയാ താമസിക്കുന്നത്. ജോലിയൊക്കെ ആയിട്ട് ഓരോരോ സ്ഥലം വഴിയാ താമസിക്കുന്നത്. ഓരോ സ്ഥലം വഴി. അതുകൊണ്ട് ഞാറുകുളത്തിരക്കട്ടെ തന്നെ നിന്നാ മതി. വീടിനൊക്കെ പേരുണ്ടോ? പിന്നെ വീടിനൊക്കെ പേരുണ്ടല്ലോ. വീടിനൊക്കെ പേരുണ്ടല്ലോ. വീടിന് ഓരോ പേരല്ലേ? ഓരോ വീടിനും ഓരോ പേരല്ലേ? അത് അരയത്ത് പുത്തൻ വരാലെ വീടുകൾ ഓരോന്നും. ഇത് ഞാറുകുളം ഉതിരക്കട്ടയിലെ വീട്. ഇത് എലിക്കുട്ടിയമ്മയുടെ സ്വന്തം വീട്. എനിക്കറിയത്തില്ല. ആരാ കിടക്കണേ? അമ്മ നോക്കി ആരാന്ന്? ആരാ കുറച്ചും കൂടി കിടക്കണേ? ആരാ? എലിക്കുട്ടിയമ്മയുടെ പെട്ടിയൊക്കെ ഇരിക്കുന്നല്ലേ? ചെരുപ്പ് ഇട്ടാൻ മറന്നു പോയല്ലേ? കുട്ടിയമ്മ ചെരുപ്പ് ചെരുപ്പൊക്കെ മറന്നു പോവാ ഇടുന്ന കാര്യം. ചെരുപ്പൊക്കെ ഇടുന്ന കാര്യം മറന്നു പോവാ. അപ്പൊ ഇതല്ലേ എലിക്കുട്ടിയമ്മയുടെ വീട്? കട്ടിലും കിടക്കയൊക്കെ ഉള്ളടാ അല്ലേ എലിക്കുട്ടിയമ്മയുടെ വീട്? പിന്നെ ഏത് വീട്ടിൽ പോണ കാര്യമാണ് പറയണേ? ആരാ ചോദിച്ചേ? എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ കട്ടിലേ വന്ന് കിടക്കണ ആരാൻ ചോദിച്ചു? മൂടി പൊഞ്ഞ് കിടക്കുന്നുണ്ട് മനസ്സിലാവുന്നുമില്ലല്ലേ? ആരാ ചോദ്യം? എലിക്കുട്ടിയമ്മയുടെ കട്ടിലിൻ്റെ അടുത്തല്ലേ വന്ന് കിടക്കണേ? ആണല്ലേ? എന്റെ വെട്ടി അറിയത്തുള്ളൂ സ്ഥലം. കാരണന്മാർക്കും അറിയത്തോളൂ സ്ഥലങ്ങളൊക്കെ. കാരണന്മാരായിട്ട് ആരാ ഉള്ള ഇവിടെ? കാരണന്മാരായിട്ട് ആരാ ഉള്ളേ? കാരണവന്മാരായിട്ട് ആരാ ഉള്ളതെന്ന്? എന്റെ ഇതൊക്കെ എടുത്തോണ്ട് എന്റെ വീട്ടോട്ട് പോകണം. വണ്ടി കൊണ്ട് പോകണം. ആരാ വണ്ടി കൊണ്ട് വരുന്നേ? ആരാ അതിന് വണ്ടി കൊണ്ട് വരുന്നേ? അറിയത്ത് ഉത്തമ്പരലോട്ട് വണ്ടി കൊണ്ട് ആരാ വരുന്നേ? വണ്ടിയും കൊണ്ട് ആരാ വരുന്നേ? വണ്ടി ആരാ കൊണ്ടുവരുന്നേന്ന്? വണ്ടിയൊക്കെ ഇങ്ങനെ കിടക്കണം. അത് കിടന്നുറങ്ങുമല്ലേ? കിടന്നുറങ്ങുന്നതല്ലേ? മേലാഴിയാണ് ഇങ്ങനെ പോച്ച കൂടി കിടക്കുമോ? അത് റിമോട്ടൊക്കെ, ഫാനിൻ്റെ ഒക്കെ റിമോട്ടാ. ആരുമില്ല. പിന്നെ മക്കള് വിറ്റേച്ച് പോയപ്പോ മേടിച്ചായിരുന്നു ഇതൊക്കെ. ആണോ? ഇതൊക്കെ ഞങ്ങളുടെ ഇതാരും മേടിച്ചേ? ഞങ്ങളിവിടെ കണ്ടോണ്ടിരുന്ന. ഇതാർക്കാ കൊടുത്തത്? ഇതാർക്കാ വിറ്റത്? വിറ്റത് ആർക്കാണ്? വിറ്റതാ? ആരാണ്? ആർക്കാ വിറ്റതെന്ന്? അത് വേറെ ആളാ. ആണോ? അവരാ താമസിച്ചത്. അതെന്നാ വിറ്റത്? വീട്ടുപേര് മറന്നുപോയി. ആണോ? അതിനെത്ര വിറ്റ? ഇത് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും. ആരാ? അതങ്ങനെ പുതച്ചും കൂടി കിടക്കണല്ലേ? അനക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അനക്കൊന്നുമില്ല. ഉറങ്ങുമല്ലേ? 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 ഉറങ്ങുമോ? അതാ അനങ്ങാത്ത. എന്നാലും ഇവിടെ ഓരോന്നും പറയണ കേൾക്കുമ്പോ കണ്ടു തുറന്നൊക്കെ നോക്കിയല്ലേ. അത് ചിലരങ്ങനെയാ ഉറങ്ങി അവിടെ കിടന്ന് ബോധമില്ലാതെ ഇറങ്ങുന്ന ഉറങ്ങുള്ളൂ. അന്തവും ബന്ധവും ഇല്ലാതെ കിടന്ന് ഉറങ്ങുള്ളൂ.
ഞങ്ങളുടെ സ്ഥലം. ഏത്? ഞങ്ങളുടെ സ്ഥലം എലിക്കുട്ടിയമ്മയുടെ സ്ഥലമല്ലേ ഇതൊക്കെ? ഇതൊക്കെ എലിക്കുട്ടിയമ്മയുടെ സ്ഥലമല്ലേ? അല്ലേ? കുടുംബതാമസാണോ? ആരാ? കുടുംബതാമസാണോ? പിന്നെ ആ ആ എലിക്കുട്ടിയമ്മയും മക്കളും. എലിക്കുട്ടിയമ്മയും മക്കളുമാണ്. ആ ഇതാ വീട്. ആണോ? ഇത് തന്നെയാണോ? ആ അപ്പം പിന്നെ ഇവിടെ തന്നെ താമസിച്ചാൽ മതിയല്ലോ. അപ്പം പിന്നെ ഇവിടെ തന്നെ താമസിച്ചാൽ മതിയല്ലോ. താമസിക്കാറുണ്ടോ? ആ വീട് ഇതല്ലേ? ആദ്യം ഇവിടെ ഒത്തിരി വന്നതാ. ആ അതല്ലേ പറഞ്ഞേ. ഇവിടെ കിടന്നോണ്ടിരുന്നു. ആ അതുകൊണ്ട് ഇവിടെ തന്നെ താമസിച്ചാൽ മതിയല്ലോ. വേറെ വീട്ടിലോട്ടൊന്നും പോകണ്ടല്ലോ. ആ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അവിടെ ഇത് വിറ്റേച്ച് പോയത്. ഇത് വിറ്റേച്ച് പോയാണോ? ഇത് ആർക്ക് വിറ്റിട്ട്? എൻ്റെ ആകളമാരും അപ്പനും ഒക്കെ അവിടെ എൻ്റെ താമസം. എവിടെ? ആ സ്ഥലത്തൊക്കെ എപ്പോൾ താമസിക്കാം. അതേതാ? ഏത് സ്ഥലം? അങ്ങോട്ടും പോകണം. എവിടെയായിട്ട്? എവിടെയായിട്ടാ? എവിടെയാ സ്ഥലം? എവിടെയാ ആ സ്ഥലപ്പേരെന്ന് പറഞ്ഞേ? കരയത്തെ ഉത്തമ്പരയില ഞങ്ങൾ. അരയത്ത് പുത്തമ്പരല്ലേ അമ്മയുടെ ജനിച്ച വീടല്ലേ? അത് എലിക്കുട്ടിയമ്മ ഉണ്ടായ വീടല്ലേ? കൊണ്ടുപോയി എലിക്കുട്ടിയമ്മ ജനിച്ച വീടല്ലേ? എന്നാ ജനിച്ച വീടല്ലേ? ജനിച്ചത് ജീവിക്കണോ? ജീവിക്കുന്നത് ഞാറുകുളത്തിലെ കെട്ടലല്ലേ? ജനിച്ചതല്ലേ അരയത്ത് പുത്തമ്പരല്ലേ? അങ്ങോട്ട് എലിക്കുട്ടിയമ്മേ ജനിച്ച വീടാണ് അരയത്ത് പുത്തമ്പര. അരയത്തോ? ആ അതങ്ങോട്ടാണ്. പിന്നെ ഞങ്ങൾ പോയതാ ആ ഇവിടുന്ന്. പിന്നെ എങ്ങോട്ട് പോയി? ഇത് വിറ്റപ്പം ഇത് വിറ്റേച്ച് പോയതാ. വിറ്റേച്ച് പോയതാണോ? പിന്നെ എങ്ങനെ ഇവിടെ വന്ന് കിടക്കണേ? വിറ്റേച്ച് പോയെടുത്ത് പിന്നെയും വന്ന് കിടക്കാൻ പറ്റുമോ? ഇതിന് വേറെ ഒരു കിട്ടാനും മേടിക്കാനും ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു. വഴിയെ സൈഡും വീടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഇവിടെ വഴി സൗകര്യമൊന്നുമില്ല ഇവിടെ. ഇവിടെ അതുകൊണ്ടാണോ വിറ്റത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ അതുകൊണ്ടാണോ വിറ്റത്? അതുകൊണ്ടാണോ വിറ്റത്? അതുകൊണ്ടാണോ വിറ്റ് പോയതെന്ന്? ആ പിന്നെ ഇപ്പൊ വന്ന് താമസിക്കുന്ന എവിടെ? അതിന് പോന്നപ്പോ പെട്ടിയൊക്കെ കൊണ്ട് വെച്ചതാ എൻ്റെ. അന്നോ? ആ എത്ര വർഷമായി? ആ അതെ എത്ര വർഷമായി? അതിൽ ഉറങ്ങിയില്ലായിരുന്നോ? ആയിക്കോട്ടെ വിടുന്നത്. ഇത് മനുഷ്യരാണോ? ഏതാ? ഇത് മനുഷ്യരാന്ന് തോന്നണം. കിടപ്പ് കണ്ടിട്ട് മനുഷ്യരാന്ന് തോന്നണം. അതൊക്കെ ഇടയില്ലല്ലോ. ആ അത് ഉറങ്ങുമല്ലേ? ആയിരിക്കും. ഉറങ്ങിക്കൊണ്ടിരിക്കുമല്ലേ? അതുകൊണ്ട് അനങ്ങുന്നുണ്ടല്ലോ. ആ ഇപ്പം അനങ്ങുന്നുണ്ട്. ആ കേൾക്കുകയല്ലേ? ആ അതിപ്പോൾ ഉറക്കം ക്ഷീണമുണ്ട്. അതാണ് യാത്രയൊക്കെ പോയിട്ട് വന്ന് കിടക്കുന്നല്ലേ? യാത്രയെ ഇങ്ങനെയാണോ ജീവിതം? ആ ഇപ്പോൾ ഉറങ്ങണ സമയമല്ലേ? ഇപ്പോഴേ ഉറങ്ങുന്ന സമയമാണ്. ഇപ്പോൾ ഉറങ്ങുന്ന സമയമല്ലേ? നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. നേരത്തെ കിടന്നോട്ടിരുന്നു. എവിടെയാ? ഇതേലോ? ആ അതിലേ ഇപ്പോഴും കിടക്കുന്നേ? ഇവിടുന്ന് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണോ? ആണോ? അങ്ങോട്ടുണ്ടോ വീട്? പിന്നെ ഇല്ലേ? ഉണ്ട്. ഉണ്ടോ? പിന്നെ എന്താ ഇവിടെയൊക്കെ താമസക്കാര്? ഇവിടെ ആരാ താമസിക്കുന്നത്? ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് പോകും. നേരത്തെ പോകുമല്ലേ എൻ്റെ സ്ഥലം ഉള്ള പോലെ. ആ ഒന്നിച്ചൊന്നും കിട്ടിയല്ല. എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാനല്ലേ? എല്ലാവർക്കും ഒരു വര വെക്കാനുള്ള സ്ഥലവും കിട്ടുള്ളൂ. അങ്ങാറ്റം മേടിക്കാൻ അങ്ങനെയായി. താമസിക്കുന്നവരാരാ? താമസിക്കുന്നവരാരാ? നോക്കിക്കേ ആരൊക്കെയാന്ന്. താമസിക്കുന്ന ആരൊക്കെയാ നോക്കിക്കേ. ആരൊക്കെയാന്ന് നോക്കാനേ.
നോക്കി അറിയത്തില്ല. ഇല്ലേ? നമുക്കറിയാൻ പറ്റിയല്ല. ഇല്ലേ? അങ്ങനെ നമുക്ക് നോക്കണ്ട അറിയത്തില്ലേ? ഇതല്ല അകർന്ന് ഉറങ്ങിക്കോട്ടെ, അങ്ങ് പോര്. ഉറക്കക്ഷീണം കാണും. ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഇവിടെ. ആണോ? ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലമായിട്ട്. ആണോ? അതിനാ വ്യത്യാസം? വ്യത്യാസം എന്നാ ഉള്ളത്? പുതച്ച് മൂടി കിടക്കുന്നതാണോ? പുതച്ച് മൂടി കിടക്കുന്നതാണോ വ്യത്യാസം? എന്താ? പുതച്ച് മൂടി കിടക്കുന്നതാണോ വ്യത്യാസം? അതാണോ? ആ, അവിടെയുണ്ട്. അവിടെ ഒരെണ്ണം പുതച്ച് മൂടി കിടപ്പുണ്ട്. ആണാണോ? ആണാണോ അവിടെ നിൽക്കുന്നത്? അറിയോ? പിന്നെ അറിയുമോ? എന്റെ അമ്മയെ ഞാൻ അറിയാതിരിക്കുവോ? എന്റെ അമ്മയെ ഞാൻ അറിയാതിരിക്കുവോ? ആണോ? അമ്മയല്ലേ ഇപ്പൊ എന്നെ അറിയാത്തത്? അമ്മയല്ലേ എന്നെ അറിയാത്തത്? ആരറിയാത്തത്? പ്രായ വ്യത്യാസമില്ല. അങ്ങനെ ഞാൻ അമ്മയുടെ മൂത്ത മകനാണ്. ആണോ? അപ്പൊ ഞാൻ അറിയാതിരിക്കുവോ അമ്മേനെ? ശരി. അപ്പൊ എവിടെ വെച്ചാ ഉള്ളതാ? ഇവിടെ ഈ നാട്ടിൽ വെച്ചുള്ളതല്ലേ? ഇവിടെ താമസിക്കുമ്പോഴാണോ? ഇവിടെ താമസിക്കാൻ ഞാൻ വന്നെന്നാ? അമ്മ അമ്മയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോ മുതലേ അമ്മ എവിടെയല്ലേ താമസിക്കുന്നത്? ആണോ? ഉതിരക്കട്ടയിലോട്ട് പോയെന്താ? ഉതിരക്കട്ടയിലാണ് ഇപ്പം. ഇപ്പോഴാ? അത് ശരി. അതൊക്കെ അവിടെ എവിടെ സ്ഥലം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലായിടത്തും വീടായിപ്പോയി. നമ്മൾ ഒത്തിരി കപ്പയൊക്കെ ഇടുന്നതായിരുന്നു. ആണോ? പിന്നെ നമ്മള് കപ്പയൊക്കെ ഇടിയല്ലായിരുന്നു. പിള്ളേർ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. രണ്ടോ? അവരൊക്കെ വലിയതായോ? വലുതായി. ഇളയാൾക്ക് 18 വയസ്സ്. പഠിക്കുകയാണോ? അവള് പഠിച്ചോണ്ടിരിക്കുകയാണ്. മൂത്ത ആൾക്ക് 25 വയസ്സ്. ആണും പെണ്ണുമാണോ? ഒരാണും ഒരു പെണ്ണും. അമ്മയുടെ കിട്ടുകുട്ടിയില്ലേ? കിട്ടു. അമ്മയപ്പനൊക്കെ പോയോ? അമ്മയപ്പനും അപ്പം പോയി. അമ്മയുണ്ട്. അവരൊക്കെ പോയിട്ടാണ്. അവര് നേരത്തെ ഞാനൊക്കെ നേരത്തെ ചെറുപ്പമാറ്റപ്പോൾ അവരൊക്കെ പോയിക്കൊണ്ടിരുന്ന. അവർക്ക് ആയുസൊക്കെ ഒന്നുമില്ല. പെട്ടെന്ന് മരിച്ചു പോവാൻ. പേപ്പർ കൊണ്ട് വഴിയിലിട്ടേക്ക. പേപ്പർ വഴി കിടപ്പുണ്ടല്ലേ? നല്ല തണുപ്പാണല്ലോ. എന്തെല്ലാം സാധനങ്ങളാ വെയിലത്തല്ലേ? ഉണങ്ങാനിട്ടിരിക്കുന്നല്ലേ? ഉണങ്ങാനിട്ടിരിക്കുന്നല്ലേ? ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലമായിരുന്നു. ആണോ? ഇപ്പം ആരുടെയാ? ഇപ്പം ആരുടെയാ? ഇപ്പം അതൊക്കെ ഞങ്ങൾ വെറ്റില്ലേ. ആർക്ക്? ഞങ്ങൾ ഓരോരുത്തർക്ക് വെറ്റ് അവര് മേടിച്ചു. ആണോ? അത് ആർക്കായിരിക്കും വിറ്റത്? ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ്. ഏത്? ഇപ്പോഴും അതെ. ഇപ്പോഴും അതെ. ഇത് നമ്മുടെ സ്ഥലം അത്. ഇതൊക്കെ ഇതൊക്കെ എലിക്കുട്ടിയമ്മയുടെ സ്ഥലമല്ലേ? ഇതൊക്കെ എലിക്കുട്ടിയമ്മയുടെ സ്ഥലമല്ലേ? എലിക്കുട്ടിയമ്മയുടെ സ്ഥലമല്ലേ അതൊക്കെ? എൻ്റെ അല്ല, എൻ്റെ കാരണവന്മാരുടെ. കാരണന്മാരെ എലിക്കുട്ടിയമ്മയ്ക്ക് തന്നില്ലേ? എലിക്കുട്ടിയമ്മയ്ക്ക് തന്നില്ലേ കാരണന്മാര്? പിന്നെ ഞാനും അവരൊക്കെ ഇവിടെ താമസിച്ചോണ്ടിരുന്നാണ്. അതെ. ഇപ്പോഴും താമസിക്കുമല്ലേ? ഇപ്പോഴും എവിടെയാ താമസിക്കുന്നത്? അല്ല, ഞങ്ങൾ അന്നും ഇന്നും എവിടെയാ താമസിക്കുന്നത്? ഇവിടെ ആദ്യം താമസിക്കാൻ തുടങ്ങി. ഇപ്പോഴും അവിടെ തന്നെയാന്നേ. വേറെ എങ്ങും പോയിട്ടില്ല കേട്ടോ. വേറെ എങ്ങും പോയിട്ടില്ല. ഇപ്പോഴും ഇവിടെ തന്നെ എലിക്കുട്ടിയമ്മ താമസിക്കുന്നത്. പിന്നെ പോയിട്ടില്ല. പോയിട്ടില്ല. എല്ലാ സൗകര്യങ്ങളുള്ളതായി. വഴിയില്ലാത്തതുകൊണ്ട് ഒരു സ്ഥലം വിറ്റ് പോയതെന്നൊക്കെ പറയാം. എനിക്കണ അമ്മ വീട്ടിലെ സ്ഥലം വിറ്റ് പോയതല്ലോ, വിറ്റിട്ട് വേറെ മാറിയായിട്ടൊക്കെ പറയുന്നുണ്ട്. വഴിയില്ലാത്തതുകൊണ്ട്. അതേതാണെന്ന് മനസ്സിലായില്ല. നമ്മളിവിടുന്ന് വിറ്റിട്ടില്ലല്ലോ വഴിയില്ലാത്തതിൻ്റെ പേരിൽ. എന്നിട്ട് അരയത്തോട്ട് പോയെന്നാണ് പറഞ്ഞത്. എന്തൊക്കെയോ സങ്കല്പങ്ങൾ പറഞ്ഞ അവിടെ ആയാലും ആരും സ്ഥലം വിറ്റിട്ടില്ല. വിറ്റിട്ടില്ല.
ഇവിടെ ഇതിൽ ആരും സ്ഥലം കിട്ടില്ല. പിന്നെ ഇങ്ങനെ വിറ്റെന്ന് പറയുന്നത് നമ്മള് പറമ്പ് പടിഞ്ഞാറ് അല്ല അത് വീടിലിരുന്നതല്ലല്ലോ. വീടുകളല്ല. ഇതിനകത്തൊക്കെ ഞങ്ങള് കന്നുകാലിക്ക് കൊടുക്കാനുള്ള ബോധയൊക്കെ തുടിച്ച് വെച്ചേക്കണം. ആ കന്നുകാലി ഉണ്ടോ അമ്മയ്ക്ക്? ഏ? കന്നുകാലി ഉണ്ടോ അമ്മയ്ക്ക്? ആ? കന്നുകാലി വല്ലതും ഉണ്ടോ അമ്മയ്ക്ക്? പിന്നെ ഉണ്ടോ? എത്ര എണ്ണം ഉണ്ട്? പശുവാണോ? പശു കിടാവും ഒക്കെ എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? രണ്ടു മൂന്നെണ്ണം ഉണ്ട്. ഉണ്ടല്ലേ. അപ്പൊ ആരാ അതിനെ കറക്കുന്നത്? ഏ? കറവയുണ്ടോ? അത് കറക്കാൻ പറ്റുന്നതാണോ? പിന്നെ കറക്കോ? പാല് കിട്ടുവോ? പാല് കിട്ടണതാ. ആരാ അതിനെ കറക്കുന്നത്? പിന്നെ ആരാ അതിനെ വളർത്തി പാല് കിട്ടുന്ന മിക്ക കന്നുകാലിയിലും പിന്നെ കിടാക്കളെയൊക്കെ ഈ കന്നാലിയെ കറക്കുന്ന ആരാ? പശുവിനെയൊക്കെ കറന്നെടുക്കുന്ന ആരാ? അതിനെ പാല് കറന്നെടുക്കുന്ന ആരാ? അതിനൊക്കെ ആളുള്ളു വീട്ടിലുണ്ട്. ആ ആളുണ്ടല്ലേ. വീട്ടിലുള്ളവരാ. ആടുണ്ടോ? ആടുണ്ടോ? ആടുമുണ്ട്. എത്ര ആടുണ്ട്? ഇത് ഈ തൊട്ടിയൊക്കെ ഞങ്ങളുടേതായിരുന്നു. ആയിരുന്നു. അത് ഇപ്പോഴും നമ്മുടെതല്ലേ? ഇപ്പോഴും നമ്മുടെതാണല്ലോ. അതിനകത്ത് ഇപ്പോഴും കപ്പയുണ്ടോ? അതൊക്കെ കാരണവന്മാരുടെ കാലത്തുള്ള ഞങ്ങളുടെ ആ ഇടയ്ക്ക് ഇവിടെ പെര പണിയിച്ച ആ പെരയില്ലായിരുന്നു അവിടെ. അവിടെ സൗകര്യക്കുറവായപ്പോ ഇവിടെ പെര പണിയിച്ച. ആ ആരാ പണിയിച്ചേ? ഏ കാലത്ത് ഏറ്റില്ല. ആ ഏറ്റില്ല. കിടന്നുറങ്ങട്ടെന്നേ. ഇങ്ങനെ കിടക്കണം. ഏ നല്ല മേലാഴിയാണ്. തണുപ്പൊക്കെ അല്ലേ? രാവിലെ നല്ല തണുപ്പല്ലേ? വെളുപ്പിനേ നല്ല തണുപ്പായണ്ടൊക്കെ പുതച്ചും കൂടി കിടക്കണ. ആ അവിടെ ഒരാൾ പുതച്ചും കൂടി കിടപ്പുണ്ട്. ഉണ്ടോ? ഇതുപോലെ തന്നെയാണ് കിടക്കണ. ഏ ആ എന്നാ എത്ര വേണോ? എവിടെ പോവാ? എത്ര വേണോ? എവിടെ പോണോ? പേപ്പർ ഇറക്കാൻ പോയി. ആ പേപ്പർ എടുക്കാൻ പോയത്. പേപ്പർ കൊണ്ട വഴിയിൽ എറിഞ്ഞേച്ച് പോയത്. ആ ഒരു തൊട്ട് ഞങ്ങൾ കപ്പയൊക്കെ ഇട്ടാണ്. ആ അതൊക്കെ ഞങ്ങളുടെയാ. ആ ഞങ്ങളുടെയാ. പിന്നെ നമ്മുടെയാ. ഞങ്ങളുടെ അല്ല നമ്മുടെ. നമ്മളല്ലേ? ഞങ്ങളുടെ സ്ഥലം. നമ്മളല്ലേ അവിടെ താമസിക്കുന്നേ? എലിക്കുട്ടിയമ്മയും നമ്മളും അല്ലേ? നേരായിട്ട് കിടപ്പുണ്ടാണ്. ആ അവിടെയും കിടപ്പുണ്ട്. അതും അതുപോലെയല്ലേ പുതച്ചു മൂടിയല്ലേ കിടക്കണേ? ഉണ്ടോ? എല്ലാം പുതച്ചു മൂടി കിടക്കണേ. തണുപ്പായതുകൊണ്ട് എല്ലാവരും പുതച്ചു മൂടി കിടക്കണേ. ആ പള്ളിയിൽ പോയി. ആ സിസ്റ്റർമാർ പള്ളിയിൽ പോയിട്ട് ഉണ്ടല്ലേ? അവിടെയൊക്കെ മട. ആ അവിടെ മടല്ലേ? ഉറങ്ങുക പല്ലൊക്കെ പറിച്ചിട്ട് വെയ്യാണ്ട് കിടക്കുക. പല്ല് രണ്ട് സൈഡിലും പല്ലൊക്കെ പറിച്ച് കളഞ്ഞു. അതിൻ്റെ ക്ഷീണത്തിലാണ്. ആ മേല പല്ല് പറിച്ച് നീരുണ്ട്. കവളത്തൊക്കെ ഇവിടെയൊക്കെ നീരുണ്ട് രണ്ട് സൈഡിലും. പെണ്ണാണോ? ആ പെങ്കൊച്ച. ആ ജൂനിയർ എലിക്കുട്ടിയമ്മയാ കേട്ടോ. എലിക്കുട്ടിയമ്മയുടെ ജൂനിയർ എലിക്കുട്ടിയമ്മ. അത് കക്കൂസല്ലേ? ആ കക്കൂസ. ആ അത് പൂട്ടി കിടന്നോട്ടെ. ആവശ്യത്തിന് തുറന്നാൽ മതിയല്ലോ. ആ നാഴികമണിയല്ലേ? ക്ലോക്ക് 7 മണി 8 മണി 9 മണിയൊക്കെ ആയി. അത്രയൊന്നും ആയില്ല. നേരം വെളുത്തേ ഉള്ളൂ. 12 12 1 മണിയായി. 1 മണി 1 മണി കഴിഞ്ഞു. 1 മണിയൊന്നും ആയില്ല. 4 മണിയൊക്കെ വന്നിട്ട്. എലിക്കുട്ടിയമ്മ എന്നും എവിടെയാണ് താമസിക്കുന്നത്? ഒത്തിരി വർഷങ്ങളായി. ആ ഒത്തിരി വർഷങ്ങളായതാ ഇവിടെ വന്നിട്ട്. പുറത്ത് നല്ല തണുപ്പാ. കഥയുടെ തണുപ്പ് കയറി വരുന്നു. ഇതൊക്കെ പിന്നെ വിറ്റതാ. വിറ്റ് അടുക്കളയിലുണ്ട് ആൾക്കാർ. ആ അടുക്കളയിലുണ്ട്. ആരൊക്കെ അടുക്കളയുള്ളേ? തീയൊക്കെ ഇടിച്ചു.
ആ അമ്മയുടെ പെട്ടിയൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ? അമ്മയുടെ പെട്ടിയൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നേ? കട്ടിലൊക്കെ ആ കെട്ടിലൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്? ഒക്കെ എന്നതാ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടും എവിടുന്ന്? അറിയൊക്കെ മാറ്റിക്കാണും. ആ ഏതാ അടുക്കളയിൽ ഒരു കുഞ്ഞു കൊച്ചു നിന്ന് പണിയുന്നേ? ഏ ആരാ? ഇവിടെ കിടക്കണ ആ അതാരാ? താമസിക്കുന്നതാണ്. ആണോ? ആ അവിടെ പുറത്ത് ആളുണ്ട്, പത്രം വായിക്കുന്നുണ്ട്. ചേട്ടായി അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട്. ചേട്ടായി അവിടെ ഇരുന്നേ പത്രം വായിക്കുന്നുണ്ട്. ആ ഏതാ? തേങ്ങ ചിരണ്ടാവോ? ചിരണ്ടാവോ? അമ്മച്ചിക്ക് ചിരണ്ടാവോ? ഇത് എന്താവോ? ആ ഓ അതെന്നാ എല്ലാത്തറിയാലോ. ഇതേല് ആ അതൊക്കെ വാ ചിരണ്ടിതാ. നല്ല ചിരിയാണല്ലോ, സന്തോഷാണല്ലോ. ഇന്ന് നല്ല സന്തോഷാണല്ലോ. ചിരണ്ടി തരാവോ? തേങ്ങ ചിരണ്ടി തരാവോ? ഏയ് എനിക്കറിയാം, അറിയാന്ന്. നിനക്കും അറിയത്തില്ലേ? അമ്മച്ചിക്കറിയാം. എനിക്കറിയാവുന്നതിന് കൂടുതലറിയാം. ഇതൊക്കെ നല്ല പ്രായത്തിലല്ലേ പോയി. ആ നല്ല പ്രായമായിരുന്നു. ഇതൊക്കെ ചിരണ്ടിയിട്ടുണ്ടെന്നാ പറഞ്ഞ. ആ ഇപ്പൊ ചെന്നാൽ ഇപ്പം ചേർന്നാൻ പറ്റിയ ഏ പട്ടിയാ? ആ അവനിങ്ങനെ നോക്കി കിടക്കുമല്ലേ? വണ്ടിയാണ് ആ വാർത്താമാര് വളർത്തണം. കാരണന്മാരെ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണോ? അഴയല്ല, അഴയ തുണിയിലൊക്കെ ഇട്ടിട്ടുണ്ടോ? ആ ശരിയാണല്ലോ. ഇവിടുത്തെ ആവശ്യക്കാരുണ്ടല്ലോ. പിന്നെ ആൾക്കാരെ വളർത്തേക്കണം. നമ്മുടെ സ്ഥലം അല്ലേ? അത് ആരെ വീടാ? അത് ആരുടെ വീടാ? അതെനിക്കറിയത്തില്ല. അതറിയത്തില്ല. നമ്മുടെ സ്ഥലത്ത് വല്ലവരും കൊണ്ട് വീട് പണിയോ? നമ്മുടെ സ്ഥലത്ത് വല്ലവരും കൊണ്ട് വീട് പണിയോ? ഞങ്ങളുടെയോ? ആ നമ്മുടെ സ്ഥലത്തെ വേറെ വല്ലവരും കൊണ്ട് ചുമ്മാ വീട് പണിയോന്ന്. നമ്മുടെ സ്ഥലത്തെ വല്ലവരും കൊണ്ട് ചുമ്മാ വീട് പണിയോ? എവിടെയാണ്? ഏ എനിക്കറിയത്തില്ല. ഇല്ലേ? നമ്മുടെ മകനല്ലേ അവിടെ താമസിക്കുന്നേ? അതല്ല. ആ നമ്മുടെ മകൻ സാബു അവിടെ താമസിക്കുന്നേ. ആ ഏ സാബുവിന് രണ്ട് പിള്ളേര്. ആ ആണും പെണ്ണുമായിട്ട്. ആ ജോലിയുണ്ട്, ജോലിയുണ്ടെന്നേ. ആ ഗവൺമെൻറ് ജോലിയാ. ഇതാരാ? അതാരാ അത്? അറിയത്തില്ലേ? ചുമ്മാ അടുക്കള വന്ന പണിയല്ലേ? എലിക്കുട്ടിയമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി വന്നാ. എലിക്കുട്ടിയമ്മയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഭക്ഷണം കഴിക്കണ്ടേ? ആ അതൊക്കെ ഉണ്ടാക്കി തരണ്ടേ, അതിന് വേണ്ടി വന്നതാ. ഇവിടെ എലിക്കുട്ടിയമ്മ ഞാറുകുളം ഉത്തരക്കട്ടയിൽ താമസിക്കുന്നു. അതിന്റെ മക്കള് പോരെ? ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേ? ഇല്ലേ? ഏലിക്കുട്ടിയമ്മ മക്കളും താമസിക്കുന്നു ഇവിടെ. ഇപ്പൊ മനസ്സിലായോ? ഞാറുകുളം ഉദരക്കട്ടയിലെ എലിക്കുട്ടിയമ്മയും മക്കളും. സമയം കഴിഞ്ഞു. വർഷങ്ങളായ താമസാ. വീട് മാറേണ്ട സമയമല്ലേ? ആ ഒന്നും ഓർമ്മയില്ല. വീട് വിറ്റ് വേറെ വീട് മേടിക്കണ്ടതല്ലേ? പിന്നെ പിള്ളേരൊക്കെ ആയിരിക്കും. ആ
പിള്ളേരാകുമ്പോൾ ഒരു അമ്മമാർക്കും വരവില്ലല്ലോ. അമ്മമാർ വരവില്ല അല്ലേ? അതിനാ വീട്ടിലെ കാര്യം ആ വീട്ടിലെ കാര്യം നോക്കണം. അതുകൊണ്ട് അവർ പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. അറിയത്തില്ല. ഇല്ലേ? രാവിലത്തെ കാപ്പി ഇടിയപ്പം. കടാതിരിക്കാനോ? ആ അത് ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേനേ ഉറക്കം പോകും. അതുകൊണ്ടാ. എവിടെ കിടക്കണം? ഇവിടെയാണോ? വരാ ോ കൊച്ചിൻ്റെ വീടല്ലേ ഇത്? കൊച്ചിൻ്റെ വീടായത് കേട്ടാ. എൻ്റെ അച്ഛനും ആ ആ എലിക്കുട്ടമ്മയുടെ കട്ടിലും പെട്ടിയൊക്കെ അതെ. എലിക്കുട്ടമ്മയുടെ ആ എലിക്കുട്ടമ്മയുടെ വീടും ഇതാ കേട്ടോ. എലിക്കുട്ടമ്മയുടെ വീടും ഇതാ. ഇത് തന്നെയാണ് എലിക്കുട്ടമ്മയുടെ വീടും. ആ താമസിക്കണേ ഇവിടെ എലിക്കുട്ടിയമ്മയും മക്കളും. എലിക്കുട്ടിയമ്മയും മക്കളും. ആരും താമസമില്ല. ആര് പറഞ്ഞു? പിന്നെ താമസമില്ല. പെട്ടി കട്ടിയും പെട്ടില്ല ഇവിടെ വരുമോ? താമസിക്കാൻ തുടങ്ങിയില്ല. ആ പെട്ടിയൊക്കെ കൊണ്ടാ വെച്ചിട്ട് ഒരാഴ്ചയായോ? ഒരു ആഴ്ചയൊന്നുമല്ല. അതൊക്കെ മുഖം മൂടി കിടക്കണം. ആ അതെ ഉറങ്ങുമല്ലേ. ലൈറ്റൊക്കെ ഇട്ടൊക്കെ ഒന്നും ഉറങ്ങാൻ പാടായിരിക്കും. അതായിരിക്കും. തണുപ്പുകൊണ്ടാ. ആ തണുപ്പ് കൊണ്ട്. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.